എല്ലാ കൂട്ടുകാർക്കും മലയോളം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദ്യം: കുഞ്ചൻ നമ്പ്യാർ മണിപ്രവാളം എന്ന കൃതി രചിച്ചത് ആര്? ഉത്തരം: ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. അടുത്ത ചോദ്യം: നമ്പ്യാരും തുള്ളലുകളും ആരുടെ കൃതിയാണ്? ഉത്തരം: കുപ്പക്കാട്ട് നാരായണ മേനോൻ. 1932 തിരുവനന്തപുരത്ത് നിന്നും ഈ കൃതി പ്രസിദ്ധപ്പെടുത്തി. അടുത്ത ചോദ്യം: കുഞ്ചൻ നമ്പ്യാരും തുള്ളൽ സാഹിത്യവും ആരുടെ ഗ്രന്ഥമാണ്? ഉത്തരം: ഏവൂർ പരമേശ്വരൻ. 1969 ഈ കൃതി പ്രസിദ്ധീകരിച്ചത്. അടുത്ത ചോദ്യം: കൈരളിയുടെ ഭാഗ്യാതിരേകത്താലാണ് കുഞ്ചൻ ചാക്യാരായി ജനിക്കാതെ മറ്റൊരു ജാതിയിൽ പിറന്നത്. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം: ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. കേരള സാഹിത്യ ചരിത്രം എന്ന കൃതിയിലാണ് ഉള്ളൂർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അടുത്ത് നമ്പ്യാരുടെ തുള്ളൽ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓട്ടൻ തുള്ളലുകൾ ഏതൊക്കെയെന്ന് നോക്കാം. സ്യമന്തകം, ഘോഷയാത്ര, കിരാതം, നളചരിതം, കാർത്തവീര്യാർജുന വിജയം, ബാലി വിജയം, രുക്മിണീ സ്വയംവരം, സത്യാസ്വയംവരം, ഗോവർദ്ധന ചരിതം, ശീലാവതീ ചരിതം, കിർമീരവധം, അഹല്യാമോക്ഷം, സീതാസ്വയംവരം, രാവണോത്ഭവം, ഹിഡിംബവധം, ഭഗവധം, നിവാതകവചവധം, സന്താനഗോപാലം, ബാണയുദ്ധം, പാത്രചരിതം. ഇത്രയും തുള്ളലുകൾ ഓട്ടൻ തുള്ളലുകൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിൽപ്പെടുന്ന തുള്ളലുകൾ നോക്കാം. കല്യാണ സൗഗന്ധികം, സുന്ദോപസുന്ദോപാഖ്യാനം, ഗണപതി പ്രാതൽ, ധ്രുവചരിതം, നൃഗമോക്ഷം, പൗണ്ഡ്രകവധം, കൃഷ്ണലീല, കാളിയമർദ്ദനം, ഹരിണീ സ്വയംവരം, ബാല്യുത്ഭവം, ധേനുകവധം, അന്തകവധം, പ്രഹ്ലാദചരിതം എന്നീ തുള്ളലുകൾ ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് പറയൻ തുള്ളൽ വിഭാഗത്തിൽ വരുന്നവ: ത്രിപുരദഹനം, പാഞ്ചാലി സ്വയംവരം, നാളായണീ ചരിതം, പഞ്ചേന്ദ്രോപാഖ്യാനം, കീചകവധം, പുളിന്തി മോക്ഷം, കുംഭകർണവധം, ദക്ഷയാഗം, ഹരിചന്ദചരിതം, സഭാപ്രവേശം. ഇത്രയും തുള്ളലുകൾ പറയൻ തുള്ളൽ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം: ദിക്കുപത്തും പുകഴ്ന്നോരു ദ്രോണംപള്ളി നൽകുലഭൂഷണൻ മൽഗുരുനായകൻ വിക്രമവാരിധി വീരൻ വിശേഷജ്ഞനിക്കഥാരംഭേ കടാക്ഷിച്ചരുളേണം. ഏത് തുള്ളലിലെ വരികളാണിവ? ഉത്തരം: സുന്ദോപസുന്ദോപാഖ്യാനം ശീതങ്കൻ തുള്ളലിലെ വരികളാണിവ. അടുത്ത ചോദ്യം: ക്ഷോണിമണ്ഡലം തന്നിലൊക്കവേ പുകഴ്ന്നോരു ക്ഷോണിവാനവൻ വീരൻ ദ്രോണംപള്ളിയാചാര്യൻ ക്ഷീണമെന്നിയെ കാത്തിടേണമിപ്പരിഷയ്ക്കു പ്രാണപഞ്ചകത്തിൻ്റെ ത്രാണനത്തിനനുകൂലൻ. ഏത് കൃതിയിലെ വരികളാണിവ? ഉത്തരം: സഭാപ്രവേശം പറയൻ തുള്ളലിലെ വരികളാണിവ. അടുത്ത ചോദ്യം: ചാക്യാരുടെ കൂത്തും വിദൂഷകവാക്കും ഇല്ലാതെയും കുഞ്ചൻ നമ്പ്യാർ മിഴാവു കൊട്ടുന്ന നമ്പ്യാർ അല്ലാതെയും ഇരുന്നെങ്കിൽ തുള്ളൽ എന്ന കലയും അഭാവമായിരുന്നേനെ. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം: അമ്മാമൻ തമ്പുരാൻ. അടുത്ത ചോദ്യം: കൂത്തിലും കൂടിയാട്ടത്തിലും ചാക്യാർ പ്രപഞ്ചനം ചെയ്യാറുള്ള സകല കഥകളും അവരുടെ ഫലിത പരിഹാസങ്ങൾക്കും നിർദാക്ഷിണ്യ വിമർശനങ്ങൾക്കും തെല്ലും കുറവ് വരുത്താതെ സംഗീത ഭംഗികളോടും താളമേളക്കൊഴുപ്പോടും അഭിനയ പുഷ്ടിയോടും കൂടി തുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നു. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം: KP നാരായണ പിഷാരടി. അടുത്ത ചോദ്യം: തുള്ളുവാൻ ഉണ്ടാക്കിക്കൊടുത്ത പേക്കഥകളാണ് പിന്നീട് തുള്ളലായി രൂപാന്തരപ്പെട്ടത്. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം: VM കുട്ടിക്കൃഷ്ണ മേനോൻ. അടുത്ത ചോദ്യം: കൊല്ലം ആദിശതകങ്ങളിൽ നടപ്പിലിരുന്ന നങ്കകളുടെയും ചാക്കയന്മാരുടെയും ആട്ടത്തിൽ നൃത്തത്തിൽ നിന്നാണ് കൂടിയാട്ടം ഉത്ഭവിച്ചത്. ആദ്യകാലത്ത് ആട്ടത്തിനു തന്നെയായിരുന്നു പ്രാധാന്യമെന്നും വിചാരിക്കാനാണ് രേഖകൾ സഹായകമായിട്ടുള്ളത്. ആരുടെ അഭിപ്രായമാണിത്? ഉത്തരം: പ്രൊഫസർ ഇളംകുളം കുഞ്ഞൻ പിള്ള.